കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് പൊതുവെ ജലാശയങ്ങളിലാണ്. ആളുകൾ മുങ്ങി മരിക്കുന്നതും അതുമായി അനുബന്ധിച്ചൊക്കെ തന്നെ ഹൃദയാഘാതം ഉണ്ടാവുന്നതും കുഴഞ്ഞു പോകുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിരവധിയായി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന ഒരു സമയത്ത് നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു വ്യക്തി ഒരു ജലാശയത്തിൽ ഒരു അപകടം നടക്കുന്നത് കൺമുന്നിൽ കാണണം. അപ്പോൾ അയാൾ സ്വമേധയാ രക്ഷിക്കാനായിട്ട് തയ്യാറെടുത്ത് വരികയാണ്. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കി ചെയ്യേണ്ടത്? ഇപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അയാൾ ചാടിക്കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആബ്സെന്റ് ആയി. വെള്ളത്തിൽ വീണ ഒരാളെ ആ സമയത്തുള്ള മനസ്സൊക്കെ കംപ്ലീറ്റ് ആബ്സെന്റ് ആയിരിക്കും. ഇങ്ങനെയെങ്കിലും അപ്പോൾ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളും അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വസ്തു മാത്രമായിരിക്കും. അപ്പോൾ അയാൾ ചാടി കയറി അയാളെ പിടിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നല്ലൊരു വിദഗ്ധനായ ഒരാൾ മാത്രമേ എന്ത് ചെയ്യരുത്, വെള്ളത്തിലിറങ്ങിയിട്ട് അയാൾ രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ മെത്തേഡ് കാണാമല്ലേ? നമുക്ക് ആദ്യമായിട്ട് റീച്ച് മെത്തേഡ് കാണാം. എങ്ങനെയാണ് വെള്ളത്തിൽ വീണ ഒരാളെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ രക്ഷപ്പെടുത്തുക എന്ന് നമുക്ക് വിളിച്ച് നമുക്ക് കാണാം. അപ്പോൾ വെള്ളത്തിൽ വീണ ഒരാളെ എന്ത് തന്നെയായാലും ചാടി കയറി പിടിക്കും. അയാൾ ആ വിടുകയില്ല. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ കൂടി അപകടത്തിന് സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അല്ലാതെ നമ്മൾ സ്തംഭിച്ച് നിന്ന് പോയി കഴിഞ്ഞാലും അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. കുറച്ചുകൂടി ദൂരത്തുള്ള ഒരു വ്യക്തിയെ നമുക്ക് റീച്ച് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അയാളെ അങ്ങനെ ഒരു റോപ്പ് അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്ലോട്ടിങ്ങിലെ വസ്തു ഉപയോഗിച്ചിട്ട് നമ്മൾ എറിഞ്ഞ് കൊടുത്തിട്ട് അയാളെ നമ്മൾ രക്ഷപ്പെടുത്തി സൈഡിലേക്ക് എടുക്കുന്നു എന്നാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വ്യക്തി അവിടെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു റോപ്പ് എറിഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അയാളെ ചാടിക്കയറി പിടിക്കും. നമ്മളത് വലിച്ച് അയാളെ കരയിലേക്ക് വലിച്ചെടുക്കുന്നു. ഒരാൾ വെള്ളത്തിൽ മുങ്ങി നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേറൊരു വസ്തുവില്ല. അങ്ങനെയാണെങ്കിൽ വളരെ വിദഗ്ധനായ മാത്രം ചെയ്യേണ്ടതാണ് ഗോ മെത്തേഡ്. അയാൾ എങ്ങനെ രക്ഷപ്പെടും? അയാൾ ഒരു കാരണവശാലും അയാൾ മുമ്പിൽ കയറി രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഏത് സാഹചര്യത്തിലും പാനിക്കായിരിക്കും. അത് പിറകു വശത്ത് കൂടി അപ്രോച്ച് ചെയ്ത് ഇപ്പോൾ അയാൾ കുറച്ച് കാമായിട്ടുണ്ടാവും. രക്ഷപ്പെടുത്ത അയാൾ അയാളോട് സംസാരിച്ച ശേഷം അയാൾ കാമാണെങ്കിൽ അയാളെ പിടിച്ച് ഇതുപോലെ തല നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുക. ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാവുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ CPR പണ്ടേ നമ്മളെ മുമ്പ് കണ്ടതുപോലെ സിനിമകളിലൊക്കെ കണ്ടതുപോലെ വയറ് ഞെക്കിയിട്ട് വെള്ളം കളയുന്ന സാഹചര്യമൊന്നും ഉണ്ടാവരുത്. അത് കൂടുതൽ അപകടം സൃഷ്ടിക്കും. അപ്പോൾ അയാളുടെ പൾസ് നോക്കുക, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ CPR കൊടുക്കുക എന്നും കൂടി ആ സമയത്ത് ചെയ്യുക. ആത്മസംയമനത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഒരുപക്ഷെ എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.